ആരോഗ്യത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രധാനമായുള്ള പ്രായം ഒന്നാമത്തേത്. രണ്ടാമത്തേത് അയാള് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് അവരുടെ കൺസേൺ എന്താണെന്നുള്ളത്. ഒരു സ്ത്രീജാതകം കൊച്ചു കുഞ്ഞിയാണെങ്കിൽ 10 വയസ്സുള്ള കുഞ്ഞിന്റെ കൺസേൺ അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരാൾ, 20 വയസ്സുള്ള ഒരാളുടെ കൺസേൺ അല്ല 30 വയസ്സുള്ള ഒരാൾ, 30 വയസ്സുള്ള ഒരാളുടെ കൺസേൺ അല്ല 45 വയസ്സുള്ള ഒരാൾ. ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യന് കിട്ടുന്ന ചില കാര്യങ്ങൾ അവരുടെ സ്ഥാനവും സ്ഥിതിയും, അതൊരു സ്ഥാനത്തിരിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ഫോർമേറ്ററാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷൻ കൊടുക്കുന്നവരാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണോ, അവരുടെ സ്ഥാനം ഏത് നാട്ടിൽ ഏത് കാലഘട്ടത്തിൽ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യവുമായിട്ടുള്ള നമ്മളുടെ അറിവുകളെ കൂട്ടി യോജിപ്പിച്ച വേണം ഫലം പറയുന്നത്. ഒരാൾ കേരളത്തിൽ ജനിച്ചു, ഒരാളാണ് ജനിച്ചു, ആ ജനിച്ച സാഹചര്യങ്ങളിൽ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം ഇതിന്റെ ഫലങ്ങളെ നിരൂപിക്കാൻ. പലപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ആണ്. അതൊരു പ്രശ്നമല്ല. ആക്ച്വലി ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷനാണ് പോകുന്നത്. ശരിക്കും ഒരു പ്രശ്നമുള്ള കാരണം ജെന്യൂനായിട്ടും നമ്മളെടുക്കുന്ന ഒരു വിഷയം അറിയേണ്ടതാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളെടുക്കുന്ന തെളിഞ്ഞു വരും. നമുക്ക് അതിനകത്തിന്റെ തെളിഞ്ഞു വരും എന്താണ്, കാരണം അവരെ സങ്കല്പം സത്യം. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കർമ്മത്തിലൂടെ ഈ രണ്ട് രാജ്യങ്ങളൂടെ ചേരാതെ വരുമ്പോൾ തിരിച്ചു നിൽക്കുന്നു. അവരുടെ കണവ് എന്ത് ആവശ്യത്തിനാണ് വന്നിരിക്കുന്നത്, അവർ കൺസെന്റ് ജെന്യൂനല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയുന്നില്ല, ഒരു പരീക്ഷണമാണ്. ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും അല്ലാത്തത് അങ്ങനെയുള്ള കേസുകൾ വിജയമായി. അപ്പം അങ്ങനെയുള്ള കേസുകൾ പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടായിട്ട് തടസ്സങ്ങൾ മാറിയതിന് മുന്നോട്ടൊരു വഴി കാണിച്ചു തരണേ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഒരു വഴി വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു യാത്ര പോകുന്നത് ഗോകുൽനാഥത്തിന് വളരെ ആത്മാർത്ഥത നമുക്ക് ചോദിക്കുന്ന വ്യക്തമാണ്. നമ്മൾ മുന്നോട്ട് പോയിട്ട് എന്റെ ഗോകുൽനാഥനെ വിശ്വസിച്ചാലേ മുന്നോട്ട് പോകും. ആ പോകുന്ന വലിയ അങ്ങനെ വിശ്വസിച്ചാണോ വിളിക്കുന്നത്, അത് തമാശയ്ക്ക് വെക്കുന്നതാണോ, കളിയാക്കാൻ വെക്കുന്നതാണോ, ഉപയോഗിക്കാൻ വെക്കുന്നതാണോ മറ്റുള്ളത് അവരുടെ സ്ഥാനവും അവസ്ഥയും മനസ്സിലാക്കണം. അവരുടെ മനസ്സിലാക്കണം, അവരുടെ സ്ത്രീയോകൃഷ്ണൻ മനസ്സിലാക്കണം, അവരുടെ സ്ഥാനം മനസ്സിലാക്കണം, അവരുടെ സ്ഥിതി മനസ്സിലാക്കണം, അവർ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളത് എന്തിനാണോ അയ്യോ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. മുമ്പേ പറഞ്ഞ പോലെ അടിസ്ഥാനത്തിൽ വിളിക്കണം. അതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളിലേക്ക് ആളുകളെ വേണ്ടി പ്രവർത്തിക്കണം. പ്രശ്നം ഓർക്കുകയാണ് ജെന്യൂനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ജെന്യൂനായിട്ടുള്ള തടസ്സം വരുമ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുമ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത് മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവ് ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? അത് ഒരു ഗോൾഡൻ റൂളാണ്. മനസ്സിലായി? അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ നവാംശം ഏതാണ് അത് നോക്കുക. നവാംശം വളരെ പ്രധാനപ്പെട്ടാണ്. വളരെ വിശാലമായിട്ട് ശാസ്ത്രവും ആഗ്രഹിക്കുന്നതിലേക്ക് 108 നവാംശത്തെ കുറിച്ച് വിശേഷ ഫലങ്ങളെ കുറിച്ച് പറയണമെന്ന് കുറിച്ച് ആഗ്രഹമുണ്ട്. അതുപോലെ അനുഗ്രഹിക്കുന്നത് നടത്തും. നമ്മൾ ഓരോ വിഷയം നോക്കുമ്പോൾ അതിന്റെ വർദ്ധചക്രങ്ങൾ പശ്ചാത്തലം ലെവലിൽ എടുത്ത് പാസ്ലേഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഭാവം ഷഷ്ടാംശത്തിൽ അതെങ്ങനെയായിരുന്നു എന്നുള്ളത്. 10ാം ഭാവത്തിൽ ചിന്തിക്കുന്ന കമ്മികളെ ബന്ധപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ടുകൾ എങ്ങനെയാണെന്ന് നോക്കണം. ഉദാഹരണത്തിന് ഒരാളുടെ റിലേഷൻഷിപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജീവൻ, അതായത് ഗ്രഹന്റെയും അതോടൊപ്പം തന്നെ ഈ നയൻ, അതായത് നവാംശം എന്ന് പറയുന്ന അയാളുടെ കാമചിന്താഗതികൾ, അയാളുടെ ജസ്റ്റ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ക്വാളിറ്റി എങ്ങനെയാണ് ജസ്റ്റ് റിലേറ്റഡായ കാര്യങ്ങൾ എന്നുള്ളത് അവിടെ എങ്ങനെ സാമ്പത്തിക ജീവിതത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആകും, കുടുംബജീവിതത്തിലെ കെയറിങ് എങ്ങനെയായിരിക്കും, സെക്ഷലായിട്ട് എങ്ങനെയായിരിക്കും, അതിന്റെ തോട്ട് പ്രോസസ്സിൽ എങ്ങനെയായിരിക്കും പോകുന്നതെന്നൊക്കെയുള്ളത് എങ്ങനെ വെച്ച് നോക്കാം. അപ്പൊ ദിങ്ങിനെയും ജീവിതത്തിലും ജനങ്ങളിലും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ കാണുന്നത് കാണുന്നതായിട്ടുള്ള പൊരുത്തക്കേടുകൾ കർമ്മഫലം ഓരോ സബ്ജക്റ്റിലും ഓരോ വർദ്ധശാസ്ത്രമാണ്. അത് വെച്ചിട്ട് നമ്മൾ നിരീക്ഷിക്കണം.
അടുത്തത് എന്റെ അനുഭവം കൊണ്ട് പറയാം. ഒരു ഗ്രഹം നക്ഷത്രത്തിന്റെ ആസൂത്രന്റെ ഫലം ഏത് ഗ്രഹമായിട്ട് ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നതാണ് ആ നക്ഷത്രത്തെ ലഭിച്ചു പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിലാണെങ്കിൽ ആ നക്ഷത്രത്തിന്റെ സ്വഭാവവും ആ നക്ഷത്രാദിയുടെ സ്വഭാവവും ഇയാളുടെ ആ ഗ്രഹത്തിന്റെയും ഭാവത്തിന്റെയും ഫലം തരുന്നത് വലിയൊരു പങ്കുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ചിലർ എക്സ്പേർട്ടിലൂടെ ചാറ് വെച്ച് പറയുന്നു. ഒരിക്കലുമല്ല. പരാശര പോലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാവാദികളെ പോലെ തന്നെ നക്ഷത്രാദികളും കാണണം. അപ്പോൾ അത് നോക്കുക. പരാശര പോലെ മാത്രമല്ല പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ചില വർഷങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എടുത്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭാവാദികൾ തോന്നിക്കുന്ന ഭാവം പോലെ തന്നെ ഭാവാദികൾ തോന്നിക്കുന്ന രാശി പോലെ തന്നെ ഭാവാദികൾ തോന്നിക്കുന്ന നക്ഷത്ര ആദികൾ ഫലം ഉറപ്പായിട്ടുള്ള ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിൽ നിന്ന് ആ നക്ഷത്രാദികളുടെ സ്വഭാവം 60% ഫലം പ്രഡിക്റ്റ് ഉറപ്പാണ്. ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാവാദികൾ കൂടെ നോക്കിയിട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് വേണം ഫലം പറയാൻ. പൊതുവെ നക്ഷത്രങ്ങളെ നോക്കി അങ്ങനെ ഫലം പറയാറ് കുറവാണ്. പക്ഷേ ഓരോ നക്ഷത്രത്തിന്റെയും 60 നാഴിക സമയം കട്ട് ചെയ്ത് കലകളെ കട്ട് ചെയ്തിട്ട് ഓരോ നാഴികയിലും പ്രശ്നം വന്നാൽ എന്തൊക്കെ ഫലമാണെന്നുള്ളത് നോക്കും. നക്ഷത്രത്തെ എടുത്ത് ഫലം പറയുന്നത് ജ്യോതിഷത്തിലും ചെറിയ പ്രശ്നത്തിലും ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഓരോ നാഴികയ്ക്കും ഓരോ ഫലങ്ങളാണ്. ചില സമ്പത്തായിരിക്കാം, വിപത്തായിരിക്കാം. ഒരാൾ വന്ന് കയറുമ്പോൾ ആ നാഴിക ആ നക്ഷത്രം ഇന്നത്തെ നക്ഷത്രം ഏതാണ്, ഏത് നാഴികയിലാണ് നക്ഷത്രം പോകുന്നത് എന്ന് നോക്കിയിട്ട് ആ പർട്ടിക്കുലർ നാഴിക എത്ര നാഴിക സമയം കഴിയുന്ന നക്ഷത്രത്തിന്റെ ആ പർട്ടിക്കുലർ നാഴിക എന്ത് ഫലമാണെങ്കിൽ ഫലമുണ്ട്. ആ ഫലം എന്താണെന്നുള്ളതൊക്കെ പിന്നീട് ക്ലാസ്സിൽ പഠിക്കാം. ബേസിക്കലി ഒരു ഭാവം നോക്കുമ്പോൾ ഭാവം, ഭാവാദികൾ, ഭാവാദികൾ തോന്നിക്കുന്ന രാശി, ഭാവാദികൾ യോഗം ചെയ്ത ഫലം, ഭാവാദികളുമായി യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹം, ഭാവാദികളുടെ ഭാവം, അതുപോലെ ഭാവാദികളുടെ നക്ഷത്രാദികൾ, ഭാവാദികൾ തോന്നിയിരിക്കുന്ന രാശിയുടെ ആ കുളത്തിന്റെ അധിപതി ഈ നക്ഷത്രമാണെന്നുണ്ടാക്കുക. അതേപോലെ ഭാവാദികളെ സൃഷ്ടി ചെയ്യുന്നത് ഇതെല്ലാം വേണം. ഇതുപോലെ നിൽക്കുന്ന ആളാരാണെന്ന് അയാളാണോ പെണ്ണാണോ നോക്കണം. അയാളുടെ കൺസേൺ എന്താണെന്ന് നോക്കണം. അയാളുടെ നോക്കണം, പ്രായം നോക്കണം, ഏത് സാഹചര്യത്തിൽ വളർന്നതാണെന്ന് നോക്കണം, എന്തിനാണ് വിളിക്കുന്നതെന്ന് നോക്കണം. എന്നിട്ട് അപ്പോഴത്തെ സമയവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് ഫലം പറയണം. ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമാണ് വരുന്നത്, ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് അറിയുന്നത്, സന്താനമാണോ അല്ലെങ്കിൽ ആയുസിന്റെ വിഷയമാണോ എന്നൊക്കെ വരുന്നത്. അത് ആയുസിന്റെ വിഷയമാണെങ്കിൽ അഷ്ടമഭാവത്തെയും ഗ്രേക്കാത്തെയും നോക്കാം. 36 ഗ്രേക്കാനുണ്ട്. ആ ഗ്രേക്കാതിൽ അഷ്ടമഭാവാദിനും ഗ്രേക്കാദിലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്താ പറയുന്നത്? വിവാഹത്തിന്റെ ആണെങ്കിൽ 7-ാം ഭാവം ഈ പറഞ്ഞെല്ലാം നോക്കിയിട്ട് 7-ാം ഭാവം നവാംശവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഇങ്ങനെ നോക്കി ശീലിച്ചാൽ ഒരു ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹം ഏതാണ്? ഷഡ്ശരം നോക്കാം. അതുപോലെ അഷ്ടവർഗ ബലങ്ങൾ നോക്കാം. ഇതെല്ലാം അത് ഓരോ രാശിയിൽ അക്ഷരങ്ങളാണ്. ഓരോ രാശിയും എത്ര അക്ഷരങ്ങൾ